നമസ്കാരം. ഞായറാഴ്ചകളെ നമ്മൾ സൗജന്യ ക്ലാസ്സിലേക്ക് ഓരോ വ്യക്തിയിലെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അരവിന്ദ്. ഏകദേശം 4-5 വർഷമായിട്ട് നമ്മൾ ഈ ഒരു മേഖലയിലുണ്ട്. ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പൊ ആ സമയത്ത് ക്യാഷ് ശരിയാകാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ എന്റെ അക്കൗണ്ടില് ഞാൻ LIC വർക്ക് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നിനും സജീവമല്ല, ന്യൂട്രീഷനുമാണ്. അപ്പൊ ഇന്നലെ എന്റെ അക്കൗണ്ടില് ക്യാഷ് വന്നത്. ഇന്ന് രാവിലെ ഞാനത് സാർക്ക് അയച്ചു തന്ന് ജോയിൻ ചെയ്തെന്ന് സാറോട് പറഞ്ഞിരുന്നു. ഞാൻ 10-ാം തീയതി ക്യാഷ് അയക്കുള്ളൂ എന്ന്. പക്ഷെ ഞാന് വർക്ക് ചെയ്യണ്ട്. അപ്പൊ ഞാൻ ദിവസം ആവശ്യമുള്ളപ്പോഴൊക്കെ ക്യാഷ് വാങ്ങാറാണ്. പക്ഷെ അവരോട് ചോദിക്കാൻ ഒരു മടി. നീ പെട്ടെന്ന് ചോദിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ട് അപ്പോഴാണ് പെട്ടെന്ന് എന്റെ അക്കൗണ്ടിൽ നോക്കുമ്പോ 5000 സംതിങ് ഉണ്ട്. വളരെ സന്തോഷം. ഈ അലൈൻമെന്റ് ക്ലാസ് കുറെ ആയിട്ട് എന്റെ മനസ്സിലുള്ളതായിരുന്നു, സാറ് ഈ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന്. ഓക്കെ, എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് നാളെ തുടങ്ങുന്നതാണ് അലൈൻമെന്റ് മാസ്റ്ററി. ഓക്കെ, സന്തോഷം. നാളെ മുതൽ കാണാം. മോർണിംഗ് ആണോ ഈവനിങ് ആണോ ജോയിൻ ചെയ്തത്? മോർണിംഗ് ബാച്ച് ആണോ ഈവനിങ് ബാച്ച് ആണോ ജോയിൻ ചെയ്തത്? ഈവനിങ്. ഓക്കെ ഓക്കെ. ഇനി 4 പേർക്കും ക്ലാസ് കേട്ടത് ഇതാണ് പറയേണ്ടത് എനിക്കറിയില്ല. ഇന്നലെ ഞാൻ ക്ലാസ് കേട്ടപ്പോ സാർ പറഞ്ഞിരുന്നു, പൈസ നമ്മൾ ചെലവാക്കുമ്പോ പോയിട്ട് ഇരട്ടിയായിട്ട് ഡബിൾ ആയിട്ട് വായോന്ന് പറയണമെന്ന് പറഞ്ഞു. കുറച്ചു പേര് അതിനെ കുറിച്ച് പറയുന്ന കേട്ടു. എന്നിട്ട് ഇന്ന് ഞാൻ രാവിലെ ഒരു 500 രൂപ ചെലവ് ചെയ്തപ്പോ മനസ്സിലങ്ങനെ വിചാരിച്ചിരുന്നു ഇരട്ടിയായിട്ട് തിരിച്ചു വരുമെന്നിട്ട്. പക്ഷെ ഇന്നലത്തെ ക്ലാസ്സിന് മുന്നേ ഞാന് ഒരു 1500 രൂപ ഒരാൾക്ക് അയച്ചു കൊടുത്തിരുന്നു. ഒരു ആവശ്യത്തിന്റെ ഇതില് ആൾക്ക് അയച്ചു കൊടുത്തതാണ്. തിരിച്ചു കിട്ടുന്ന പൈസ അല്ല, നമ്മളൊരു പേയ്മെന്റ് പോലെ അയച്ചു കൊടുത്തതാണ്. എന്നിട്ട് ഇന്ന് ഞാൻ രാവിലെ അങ്ങനെ പറഞ്ഞ് പൈസ 500 രൂപ കൊടുത്ത് തിരിച്ചു വന്നു. എന്നിട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോ എനിക്ക് ആൾ തിരിച്ചയച്ചു കൊടുക്കണ പൈസ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു 1500 രൂപ ശരിക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസയാണ്, ചെലവായി പോയതാണ്. ഇല്ല, ഇവിടെ പറയേണ്ടതാണോന്നല്ല, പക്ഷെ എനിക്ക് എന്തോ അതായിട്ട് കണക്ട് ചെയ്തു. തീർച്ചയായും കറക്റ്റ് തന്നെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ, അത് കറക്റ്റാണ്. നല്ലൊരു സ്റ്റോറിയാണ്. ഓക്കെ, നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് മതി. അതായത് ഇന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു, ഇന്ന് അദ്ദേഹത്തിന് ബെനിഫിറ്റ് കിട്ടി. ഇനി 2022 ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, റീഡ് ചെയ്തിട്ടുണ്ട്. സാറാണോ ഇനി സ്റ്റാഫാണോ അറിയില്ല. ഈ 2022 മുതലുള്ള ലീവ് സാലറി കിട്ടാണ്ടായിനി, അത് കിട്ടി. പിന്നെ ഇൻക്രിമെന്റ് വന്ന്, പിന്നെ സാലറി അതേപോലെ കൃത്യമായിട്ട് 7-ാം തീയതി എനിക്ക് ആക്കി കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പം കുറച്ചായിട്ട് ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളിലും കമ്പനി ലോസാന്ന് പറഞ്ഞിട്ട് കിട്ടരാന്നതേനി. അപ്പൊ അതൊക്കെ കിട്ടിയില്ല ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് സമയം. പിന്നെ മക്കൾക്ക് സൈക്കിൾ വാങ്ങി, പൈസ ചെലവാക്കാൻ തുടങ്ങി, എനിക്ക് കിട്ടാനും തുടങ്ങി. പൈസ തന്നോണ്ടേണ്ട്. നിങ്ങള് ഈ കഴിഞ്ഞ അലൈൻമെന്റ് മാസ്റ്ററിലെ സ്റ്റുഡന്റ് അല്ലേ ഷിലി? ഞാൻ മെസ്സേജ് അയച്ചത് നിങ്ങൾ മെസ്സേജ് അയച്ച കണ്ടായിരുന്നു. അലൈൻമെന്റ് മാസ്റ്ററിൽ പങ്കെടുത്തതിന് ശേഷം സക്സസ് കുറെ അയച്ചില്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ, സാർ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടില്ല. ഞാൻ ആ മെസ്സേജ് അയച്ചത് ഷെയറിംഗ് ഗ്രൂപ്പ്, നമ്മളെ അലൈൻമെന്റ് മാസ്റ്ററിയുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാനത് തിരക്കില് വിട്ടുപോയി. ഓക്കെ, ഫ്രീ ആയിട്ട് അയച്ചാൽ മതി. സന്തോഷം. സാർക്ക് താങ്ക്സ് സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. പറഞ്ഞോളൂ. ഞാൻ കൊട്ടാരക്കര ശ്രീലേഖയാ. അപ്പൊ എന്റെ മോന് ഹെവി വെഹിക്കിളിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ കിട്ടി. ബുധനാഴ്ച സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാ. സാറിന്റെ ഡിവൈൻ ജോബ് ഹിയർ എന്നുള്ള അതും ചെയ്തു. പിന്നെ 11 ടെക്നിക്കും ചെയ്തു. പിന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. മോന് ജോലി കിട്ടിയതാണോ? അല്ല, 13-ാം തീയതി ബുധനാഴ്ച അതിന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്. എന്തായാലും കിട്ടട്ടെ. അപ്പം അന്ന് ടെസ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നു, ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നു. ശരി സാറേ, അപ്പം ബുധനാഴ്ചയിലേക്ക് സാറിന്റെ ഞാൻ പ്രാർത്ഥിക്കാം. ശരി സാറേ.
ഓക്കെ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി സാറിന്റെ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, ആ പക്ഷേ യൂട്യൂബ് വീഡിയോസ് ഞാൻ കോവിഡ് ടൈമിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് സാറിന്റെ ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ കേൾക്കണം. അങ്ങനെ ഞാൻ കണ്ട്, അപ്പൊ ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാറിന്റെ മെത്തേഡ് ഉപയോഗിച്ചായിരുന്നു. എന്നുവെച്ചാൽ മൊബൈലിൽ ഇത് വാൾപേപ്പറായിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് എൻ്റെ പേര് എഴുതി എനിക്ക് ഇത്ര മാർക്ക് കിട്ടി, അങ്ങനെ കിട്ടി. പിന്നെ ഒരു 7,00,000 രൂപയും അതുപോലെ എനിക്ക് ആ ചെക്ക് വാൾപേപ്പർ മെത്തേഡിലൂടെ എനിക്ക് കിട്ടി. പിന്നെ കുറേ സെൽഫ് ലവ് പ്രാക്ടീസിലൂടെ കൂടുതൽ സ്നേഹിക്കാനും ഫൊർഗീവ് ചെയ്യാനും അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ സാറിലൂടെ ദൈവം കൂടുതൽ ഈ ആൾക്കാരെ അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, പക്ഷെ ഞാനൊരു സർവീസ് മൈൻഡഡ് ആണ്. അപ്പോൾ എനിക്ക് പൈസ ഞങ്ങൾക്ക് ഇങ്ങനെ ഗൂഗിൾ പേ അങ്ങനെ ഉപയോഗിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഐ കുഡ് അറ്റൻഡ് യുവർ ക്ലാസ്. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അത് വളരെ നല്ലൊരു സക്സസ് സ്റ്റോറിയാണ് ഷെയർ ചെയ്തത് കേട്ടോ. താങ്ക് യു ലിജി. നമസ്കാരം, എൻ്റെ പേര് ഓമന സെബാസ്റ്റ്യൻ. കുറെ നാളായി ഞാൻ സാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആഗ്രഹിച്ചിട്ടിരിക്കുന്നു. സാറിന്റെ പല യൂട്യൂബ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണ്. അലൈൻമെന്റിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട്. അതെങ്ങനെയാണ് എപ്പോഴാണെന്ന് അറിയുമ്പോൾ ഞാൻ ഒരു ഓക്കെ, പറയാം. അത് എലൈൻമെന്റ് മാസ്റ്ററിയുടെ പ്രോഗ്രാം നാളെ ആരംഭിക്കാൻ പോവുകയാണ്. 10ാമത്തെ ബാച്ചാണ്. കുറേ പേരുടെ ലൈഫിൽ, നൂറുകണക്കിന് പേരുടെ ലൈഫിൽ ഇപ്പം തന്നെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരാൾ വിളിച്ച് സക്സസ് സ്റ്റോറി, അവർക്ക് ജോലി റെഡിയായ കാര്യം പറഞ്ഞിട്ടുണ്ട്, പണത്തിൻ്റെ കാര്യങ്ങൾ, പിന്നെ കുറേ ട്രോമാസ്. ഒരു ലേഡി വിളിച്ചിട്ട് സെക്സ്വൽ അബ്യൂസ് അവർ നേരിട്ടിരുന്നു. അതെല്ലാം കാരണം അവരെ കുടുംബജീവിതം എല്ലാം തകർന്നിരിക്കുകയായിരുന്നു. ഭർത്താവ് നല്ല ഭർത്താവാണ്, പക്ഷേ എപ്പോഴും പേടിയായിരുന്നു. അങ്ങനെയുള്ള, അതായത് മെയിനായിട്ട് എലൈൻമെന്റ് മാസ്റ്ററിൽ നമ്മൾ ഹീലിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് നമ്മൾ ഗ്രൂപ്പിൽ ഒന്നും കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. എലൈൻമെന്റ് മാസ്റ്ററിൽ നാളെ 11ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സൂം വഴിയാണ് ക്ലാസ്. റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. അതെന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, ഞാൻ സ്റ്റാഫിനോട് പറയാം. ഓക്കെ, സന്തോഷം. ഓക്കെ സാർ, എന്തായാലും ഫ്രീ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇത്ര കാലത്തിന് ശേഷം. അതിന് ഞാൻ നന്ദി പറയാണ്. സാറിന്റെ പല ടെക്നിക്കും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എന്താണ് റിസൾട്ട് കിട്ടിയത്? റിസൾട്ട് കിട്ടിയത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ക്യാഷിന്റെ കാര്യത്തിൽ തന്നെ ഒറ്റ ഇങ്ങനെ നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ക്യാഷ് വേണം. ഇപ്പൊ പറയണ ഒരു ലോൺ അടയ്ക്കാൻ ഒരു 3000 രൂപ വേണമെന്ന് വിചാരിച്ച് 1 രൂപ പോലും ഇല്ലാണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ സാറിന്റെ 2 കപ്പ് അതുപോലെ 1 to 1 ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി പൈസ കിട്ടാറുണ്ട്. ഇപ്പൊ ഞാൻ ആകെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അലൈൻമെന്റ് ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടായിരുന്നു. അതെ, ഓക്കെ, എന്തായാലും സന്തോഷം. എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യണ്ടെങ്കിൽ? ഷെയർ ചെയ്യും, പറഞ്ഞോളൂ. ഞാനെന്നും സാറിന്റെ യൂണിവേഴ്സൽ മെഡിറ്റേഷൻ രാവിലെ ധ്യാനം ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ സ്നാക്സ് ഒക്കെ വീട് തോറും വിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ അത് ചെയ്തിട്ട് പോകുമ്പോൾ മിക്കവാറും എല്ലാം വിറ്റ് പൈസയൊക്കെ ലഭിക്കും. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മൾ ഇനി ക്ലാസ്സിലേക്ക് അടക്കാൻ പോവാണ്. വളരെ സന്തോഷം ഇത്രയും സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തതിന്. നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നർ ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇന്നർ ചൈൽഡ് അത് വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത ക്ലാസ് മുതൽ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മുടെ ഇന്നലെ ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ച ഓരോരോ വേദനകളും ഓരോരോ മുറിപ്പാടുകളും എല്ലാം തന്നെ നമ്മളെ ലൈഫിനെ ബാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് നിങ്ങളൊരു ബ്രോക്കൺ റിലേഷൻഷിപ്പിലാണ്, അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളെ ലൈഫിൽ മിക്കപ്പോഴും നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന റിലേഷൻഷിപ്പായിരിക്കും. ഒരു 95% ആൾക്കാരുടെ ലൈഫിലും സംഭവിക്കുക, വേണമെങ്കിൽ 100% എന്ന് പറയാം. ഞാൻ ഇതേപോലെ തന്നെ ചിന്തിച്ചിരുന്നു, എവിടെയാണ് പ്രോബ്ലം, എൻ്റെ പ്രോബ്ലം എവിടെയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നു. അവിടെയാണ് എനിക്ക് മനസ്സിലായത്, ട്രോമ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലാണ്. നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ കുറേ വേദനകളും കാര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെയായിരിക്കും എന്നുള്ളത്. ആ ഒരു ട്രോമയെ നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കണം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടാത്ത ഒരു സൗഹൃദം നിങ്ങൾ മുറുകെ പിടിക്കാറുണ്ടോ? ഇതിൽ എത്ര പേര് മുറുകെ പിടിക്കാറുണ്ട്?
സൗഹൃദമാവട്ടെ, പ്രണയമാവട്ടെ, നിങ്ങൾക്ക് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമോ നിങ്ങൾക്ക് ഒരു ഈക്വലായിട്ട് കാണുകയോ ഒന്നും തന്നെ നൽകുന്നില്ല. എന്നാലും നിങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഉണ്ടോ ചാന്ദിനി? ഓക്കെ, യെസ് 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 ഉണ്ടോ? ഓക്കെ, എല്ലാവരും യെസ്, മിക്കവരും യെസ് എന്നാണ് പറഞ്ഞ് പോകുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ ഇതാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അംഗീകാരമോ കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഈ അംഗീകാരത്തെ തേടി നടക്കും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മ വരുന്നതാണ് നമ്മൾ വിളിക്കുക. എന്താവശ്യം ഉണ്ടെങ്കിലും അവൻ്റെ ആവശ്യം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വരും. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനെ എൻ്റെ ഡ്രീംസ് എൻ്റെ കാര്യങ്ങളെല്ലാം കൈവിട്ടിട്ട് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കും, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ ഇതേപോലെ തന്നെ ആയിരിക്കും. സത്യത്തിൽ അന്നേരം നമ്മളെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ഈ ലോകത്ത് സ്നേഹത്തിനും സ്നേഹവും വിശുദ്ധമായ സ്നേഹം എന്നല്ല പറയില്ലേ, അല്ലെങ്കിൽ സഹായത്തിന് ഒരു വിലയില്ലേ, സ്വാർത്ഥന്മാർക്ക് മാത്രമാണോ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് ചോദ്യം നിങ്ങളെ മനസ്സിലുണ്ടായിട്ടില്ലേ? അല്ലേ? നിങ്ങളെ മനസ്സിലുണ്ടായിട്ടില്ലേ? ഇത് സത്യത്തിൽ പുറമേ അല്ല പ്രശ്നം. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിക്കാണ് പ്രോബ്ലം. ഇതേപോലെ തന്നെ ഞാൻ ചിന്തിച്ചത്, നമ്മളെ ഉള്ളിൽ നിങ്ങൾ സ്വയം ഹൃദയത്തിൽ കൈവച്ച് ചോദിക്കുക, ഞാൻ സന്തോഷത്തിലാണോ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ എന്ത് ഫീലിംഗ് ആണുള്ളത് എന്ന് ചോദിക്കുക. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൃദയത്തിൽ കൈവച്ചോളൂ. എന്തുകൊണ്ട് ഹൃദയത്തിൽ കൈവച്ച് ചോദിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിൽ ബ്രെയിനെ കൊണ്ടാണ് ചിന്തിക്കുക, അല്ലേ? ഓക്കെ, നിനക്ക് സങ്കടം, നീ ഇത്രയും വലുതായില്ലടി, അല്ലെങ്കിൽ വലുതായില്ലേ, നീ ഇപ്പം സങ്കടം വെച്ച് നിൽക്കണം, ഇത്രയും പ്രായമില്ലേ എന്നൊക്കെ നമ്മളെ ബ്രെയിന്, നമ്മളെ ഈഗോ നമ്മളോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങളെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് ഹൃദയം എന്ന് പറയുന്നത് ഫീലിംഗ് ആണ്, ട്രൂ ആണ്, സത്യമാണ്. ഹൃദയം എപ്പോഴും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അന്നേരം സ്വയം ചോദിക്കാം, ഞാൻ സന്തോഷത്തിലാണോ എന്നുള്ളത്. സന്തോഷത്തിലല്ല എന്ന് പറയുകയാണെങ്കിൽ ചോദിക്കുക, എന്തുകൊണ്ട് നീ സന്തോഷത്തിലല്ല? നമ്മൾ പലപ്പോഴും നമ്മളെ വാല്യൂസിനെ നമ്മൾ മറന്നുകൊണ്ട്, ഞാൻ ഇതേപോലെ തന്നെ ആയിരുന്നു, നമ്മളെപ്പോഴും പണത്തിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ആൻഡ് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്രിൻസിപ്പിളിൽ ഒന്നാണ് സെൽഫ് വാല്യൂ എന്ന് പറയുന്ന കാര്യം. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്? ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സ്വയം ചിന്തിച്ചത്, എന്നെ ഒന്നിനും കൊള്ളാത്ത ഒരു ഭൂമിക്ക് ഭാരമായിട്ടുള്ള വ്യക്തിയായിട്ടായിരുന്നു ഞാൻ ചിന്തിച്ചത്. എന്നെ ആരും സ്നേഹിക്കാൻ അർഹതയില്ല, നല്ലൊരു ജീവിതത്തിന് അർഹതയില്ല എന്ന രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പം ചിന്തിക്കുന്നുണ്ടാവില്ല, എന്നാലും മുൻപേ ചിന്തിച്ചിരുന്നോ? ബീന, ചിന്തിച്ചിരുന്നോ? ഓക്കെ, നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഓക്കെ, ചിന്തിച്ചിരുന്നോ? യെസ് എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇപ്പോൾ ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്ന കാര്യം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് സ്വയം ചോദിക്കുക. ഞാൻ മുന്നേ എല്ലാം ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊള്ളാത്തവനാണെന്നുള്ളതാണ്. ഇപ്പം ഞാൻ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ, എന്തോ ഒരു ഗിഫ്റ്റ്, ഇന്നലെ പറഞ്ഞ പോലെ തന്നെയുള്ള അഫർമേഷനിലെ എന്തോ ഒരു ഗിഫ്റ്റ് എൻ്റെ ഉള്ളിലുണ്ട്, അതെന്താണെന്ന് ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ ഭയങ്കര സ്പെഷ്യലാണ്, ഞാനൊരു യുണീക്കായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എപ്പോഴും എന്നെ കരുതുന്നത്. നമ്മളെപ്പോഴും എന്താ ചെയ്യുക, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും, അല്ലേ? ഇന്ന ഒരാൾ, ഇപ്പോൾ നിങ്ങൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത്, ആ ഒരു മേഖലയിലെ ടോപ്പായിട്ടുള്ള, ഇയാൾ വലുതായിപ്പോയി, ഇയാൾ എന്നെക്കാളും വലിയ സെറ്റപ്പായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളോട് സെൽഫ് ഇൻസൾട്ട് എന്ന് പറയും, അല്ലെങ്കിൽ സെൽഫ് ബ്ലെയിമിങ്ങിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങൾ സ്പെഷ്യലാണ്, ദൈവത്തിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ക്രിയേഷനാണ് നിങ്ങൾ എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുള്ളൊരു പോസിറ്റിവിറ്റി വരും. ഇപ്പം തന്നെ സ്വയം ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് ഇപ്പം തന്നെ ചെയ്ത് നോക്കൂ. സ്വയം കണ്ണുകൾ അടച്ചിട്ട് പറഞ്ഞു നോക്കൂ, ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റുമായി ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കണ്ണുകളടക്കുക, എല്ലാവരും കണ്ണുകടക്കുക, നട്ടിൽ നിവർത്തിയിരിക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. എന്നിട്ട് പറയുക, ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള
ഗിഫ്റ്റുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. സാവധാന കണ്ണുകൾ തുറക്കുക. അന്നേരം ഇത് ഡീപ്പായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തോന്നും നമ്മൾ സ്പെഷ്യലാണ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരുമായിട്ട് കോമൺ ആയിട്ടൊരു വ്യക്തി, ഒരു നോർമലായിട്ടുള്ള വ്യക്തിയായിട്ട് നമ്മളെ കാണാൻ തുടങ്ങും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്ത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുന്ന ആൾക്കാർ ഭ്രാന്തന്മാരായിരിക്കും, അല്ലേ? ഭ്രാന്തന്മാരായിരിക്കും മാറ്റം കൊണ്ടുവരിക. ഇവൻ ഞാൻ ചെയ്യുന്ന കാര്യം തന്നെ എനിക്ക് ചിന്തിക്കുന്ന സമയത്ത് കോമഡി വരാറുണ്ട്, കോമഡി തോന്നും. ഒരു സെക്കൻഡ് കൊണ്ട് റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യാം, അത് ചെയ്യാം എന്നുള്ള വീഡിയോസ് എല്ലാം ഇടുന്നത്. അന്നേരം എൻ്റെ ഫ്രണ്ട്സ് പറയും, എടാ ഇത് എയറിലായി നീ എവിടെയും പോകേണ്ട ആവശ്യമില്ല, നിന്നെ വന്നിട്ട് എയറിലാക്കി തരുമെന്ന് പറയും. ഞാൻ പറയും അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് പറയും. എന്നാലും അതാണ് നമ്മൾ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും. അത് എപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യമുണ്ട്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ള ചിന്ത ആണ് നിങ്ങൾക്കുള്ളത്. സത്യത്തിൽ റിയാലിറ്റി എന്താണെന്ന് അറിയുമോ? മറ്റുള്ളവർക്ക് 100 കണക്കിന് പ്രോബ്ലം ഉണ്ട്. ഇപ്പം നിങ്ങൾ ഡെയിലി എന്നെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അൻവിന്ദ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അൻവിന്ദ് ഉറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് മറ്റുള്ളവരും. എന്നാൽ നിങ്ങളെ എനർജിയെ, നിങ്ങളെ ചിന്തയുടെ ഊർജ്ജത്തെ നിങ്ങൾ കളയുകയാണ് ചെയ്യുന്നത്. ഞാൻ ചിന്തിച്ചത് ഇതേപോലെ തന്നെയാണ്. ഞാൻ കരുതിയത് എൻ്റെ നാട്ടുകാരിൽ എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുകയാണ്, എന്നെക്കുറിച്ച് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്ത കാരണം എൻ്റെ ലൈഫിനെ തകർത്തുകയാണ് ചെയ്തത്. ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. നിങ്ങളെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. എല്ലാത്തോടത്തോളം കാലം നിങ്ങളെ ഒന്നുമല്ലാത്ത അവസ്ഥ വരും എന്നുള്ളതാണ് സത്യം. ജസ്റ്റ് പറയുകയാണെങ്കിൽ 100 കണക്കിന് പ്രശ്നമായിട്ടാണ് എല്ലാവരും ഉള്ളത്. നിങ്ങൾ അതേപോലെ തന്നെ പ്രശ്നങ്ങളാണുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അയ്യോ അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ലൈഫിൽ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് അവസരം കിട്ടിയിട്ടുണ്ടാവും. അവരെന്ത് ചിന്തിക്കും? ഇപ്പം തന്നെ ഞാൻ ക്രിസ്റ്റൽസിൻ്റെ ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റൽസിൻ്റെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് സെയിം ഡയലോഗാണ് പറഞ്ഞിരിക്കുന്നത്. നീ എയറിലാകാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ എയറിലാകാൻ തയ്യാറാണ്. ഞാനത് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം എങ്ങനെയാണ്, എയറിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് സക്സസ് ആവും എന്നുള്ളതാണ്. കാരണം സോഷ്യൽ മീഡിയ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാമെന്നേ പറയാം. അറ്റൻഷൻ എവിടെയാണുള്ളത് അവിടെ പണത്തിൻ്റെ ഫ്ലോ വരുന്നുള്ളത്. അതേപോലെ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങളെ സ്വപ്നങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ സക്സസ് ആകാൻ പോകുന്നില്ല. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികളായിരുന്നു കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതായത് നിങ്ങൾ ഇതുവരെ ചിലപ്പം ബിസിനസ് ആയിരിക്കാം, ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, യാത്രയ്ക്ക് എന്തോ ആട്ടെ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, പങ്കാളി എന്ത് ചിന്തിക്കും, മക്കളെന്ത് ചിന്തിക്കും, കുടുംബക്കാരെന്ത് ചിന്തിക്കുന്നു പറഞ്ഞ് നീട്ടി വെച്ചൊരു ബിസിനസ് ചിലപ്പോൾ ഒരാഗ്രഹമായിരിക്കും. അതെന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്താണ് അങ്ങനെ ചിന്തിച്ചത്, അങ്ങനെ നിങ്ങൾ മാറ്റിവെച്ച കാര്യം? എന്താണ് അങ്ങനെ മാറ്റിവെച്ച കാര്യം? മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്ന കരുതിയിട്ട് നിങ്ങൾ മാറ്റിവെച്ചൊരു കാര്യം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും. യൂട്യൂബ് ചാനൽ ശരിയാണ്. വെൽത്ത് മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് വാങ്ങുക എന്ന് പറയുന്ന കാര്യം. ഓക്കെ, യൂട്യൂബ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് എൻഗേജ് ചെയ്യുക, ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ വെറുതെ നമ്മളൊരു പ്രതിമ പോലെ ഇരുന്നിട്ട് കാര്യമില്ല. ഹെഡായി ചെയ്യുക, ബിസിനസ് വീഡിയോ ചെയ്യുക. UT എന്താണ്? ഓക്കെ, ബിസിനസ് എന്ന് പറയുന്നത് എന്ത് ബിസിനസ് ചെയ്യുന്നു കൂടി പറയാം. ഡ്രൈ ക്ലീനിങ് സെന്റർ, സ്റ്റിച്ചിങ് ചെയ്യാൻ.
ഓക്കെ, ബിസിനസ് എന്നൊക്കെ പറയുന്നുണ്ട്, ഡ്രൈവിംഗ് ചെയ്യാൻ. ഓക്കെ, ഇന്ന് മുതൽ അതൊരു ചാലഞ്ച് ആക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാലഞ്ച് ആക്കി വെച്ച് അതിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും വെക്കുക. ഇപ്പോൾ പലരും യൂട്യൂബ് വീഡിയോ തുടങ്ങണം, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്ത് ചെയ്യുക, ജസ്റ്റ് മൊബൈൽ എടുക്കുക, ഒരു സെൽഫി ഇത് വെച്ചിട്ട് ഒരു വീഡിയോ ജസ്റ്റ് ഒരു 30 സെക്കൻഡിൽ എന്തെങ്കിലും ഒന്ന് പറയുക. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ കോട്ടായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. അതായത് സിംഗിൾ, ഇപ്പോൾ ഡാൻസ് ആണെങ്കിൽ അങ്ങനെ ഒരു ഡാൻസ് ചെയ്യാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഫിയർ ഫാക്ടറിനെ, നമ്മളുടെ ഉള്ളിൽ പല ഫിയേഴ്സും ഉണ്ട്. പണ്ടെല്ലാം ഞാൻ ഏകദേശം ഒരു 2-2.5-3 വർഷത്തോളം ഞാൻ വെറും യൂട്യൂബ് ലൈവിൽ വന്നിട്ട് സംസാരിച്ചിരുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ അതിനെ ഞാനൊരു ഫിയർ ഫാക്ടറായിട്ട് വെച്ചു, അതിനെ അറ്റാക്കിംഗ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി. അത് അറ്റാക്ക് ചെയ്തേ മതിയോ, അല്ലെങ്കിൽ നമ്മളത് തകർത്ത് കളയും അല്ലേ. ഡ്രൈവിങ്ങും ഇതേപോലെ തന്നെ ഒരു പേടിയുള്ള കാര്യമായിരുന്നു ഡ്രൈവിങ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഹാപ്പിയാണ്, കാര്യങ്ങളാണ്. ഇതാണ് ഫിയർ അറ്റാക്കിംഗ് ലിസ്റ്റ്. നമ്മളെ ഡ്രീം ചാനലിൽ എപ്പോഴും ഡ്രീംസ് എഴുതി വെക്കുക എന്നല്ല മാത്രമല്ല പറയുന്നത്. എന്നാൽ അതിൽ നിങ്ങളെ ഭയപ്പെടുന്ന എന്തൊക്കെയാണോ അതൊന്ന് ആ ഒരു ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം, പലതും ആയിരിക്കാം. അതെന്താണ് നിങ്ങളെ ഭയപ്പെടുന്നത്, അതിനെ നിങ്ങൾ, അതായത് ഇപ്പം 10 കാര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുന്ന കാര്യമുണ്ടെന്ന് കരുതുക. നിങ്ങൾ ഭയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ടാസ്ക്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന 3 കാര്യം മതി. 3 കാര്യങ്ങൾ 1 2 3 എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ലൈഫിൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്താണ്? ഇതെന്താണെന്ന് പറയുമ്പോൾ ഈ ടാസ്ക് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ സ്വയം ചിന്തിക്കുക, ഓ ഇതാണോ ഭയപ്പെടുത്തുന്നത്, ഓ ഇതാണോ എൻ്റെ ആഗ്രഹം. ഇതെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരമാണ് ഒരുക്കി തരുന്നത്. എല്ലാത്തോടത്തോളം കാലം നിങ്ങൾ കുറേ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കും, അതുകൊണ്ട് കാര്യമില്ല. 4 വീലർ ഡ്രൈവ് ചെയ്യുന്നത്, സോഷ്യൽ ഇൻട്രാക്ഷൻസ്, എന്തോ ആട്ടെ, ഒരു 3 കാര്യങ്ങൾ, ഡ്രൈവിങ്, ഹെൽത്ത്, ഓക്കെ, സ്നേഹിക്കുക, പബ്ലിക് സ്പീക്കിംഗ്, ഡ്രൈവിങ്, യൂട്യൂബ് ചാനൽ, ഹെൽത്ത്. സെയിൽസ് സ്ട്രാറ്റജി, എന്തോ ആട്ടെ, നിങ്ങളെ ഭയപ്പെടുന്ന കാര്യങ്ങൾ. ശരിക്കും അതൊരു പോസിബിലിറ്റിയാണ്. നിങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരവസരമാണ് ശരിക്കും യൂണിവേഴ്സ് നൽകുന്നത്. എൻ്റെ മുന്നിൽ ഇതേപോലെ തന്നെ ഞാൻ പറയാറുണ്ട് എപ്പോഴും, എൻ്റെ ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ടോ കാര്യങ്ങളോ അല്ല പോകുന്നത്. ലൈഫിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ചാലഞ്ചസ് എപ്പോഴും വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെ ഭയപ്പെടുന്ന കാര്യം എന്താണ്, ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ്. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. ഫിനാൻഷ്യൽ ഇഷ്യൂവിനെ ബ്ലെസ്സിങ്സ് ആയിട്ടല്ല കാണേണ്ടത്, ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണ് ഇതൊരു ബ്ലെസ്സിങ്സ് ആണ്, അന്നേരം ഫിനാൻഷ്യൽ ഇഷ്യൂ കൂടി വരും. ഓക്കെ, ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ നിങ്ങൾ സന്തോഷിക്കുന്നു. എന്നാൽ ഫിനാൻഷ്യൽ ഇഷ്യൂസിനെ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു അവസരമാണ് അല്ലെങ്കിൽ ഒരു ചാലഞ്ചാണ്. ഇതിനെ ഉയരെയുള്ള നേരെ മറിച്ച് നമ്മളെ കടത്തിന്, ചില ആൾക്കാർ പറയും കടത്തിന് നന്ദി പറയുന്നു, എനിക്ക് ഇത്ര കടമുണ്ട്, ഇത്ര ബ്ലെസ്സിങ്സ് ഉണ്ട്, ഹെൽത്ത് ഇങ്ങനെ പ്രോബ്ലത്തിന് എല്ലാം തന്നെ പറയും. നേരെ മറിച്ച് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇതൊരു ചാലഞ്ചാണ്. അത് ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് അല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു ഫൈറ്ററെ പോലെ ഫൈറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അതൊരു ചാലഞ്ചായിട്ട് വെക്കുക. എന്നാൽ കാമായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വെക്കുക. ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് അവസരങ്ങൾ, ജസ്റ്റ് വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരും. ഇപ്പം തന്നെ ഞാനൊരു പണത്തെ ആഗ്രഹിക്കുന്ന സമയത്ത് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, അതായത് ഇത്ര പണം വേണം, ഇതൊരു അവസരമാണ് എനിക്കുള്ള, അതായത് എന്ത് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ സ്വയം ചോദിക്കും. അന്നേരം നമ്മളെ മുന്നിലേക്ക് വഴികൾ, ഇപ്പോൾ ഓരോ ഐഡിയാസ് വരും, കാര്യങ്ങളെല്ലാം തന്നെ വരും. ഇപ്പോൾ ചാന്ദിനിയോട് ഞാൻ മുന്നേ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങാൻ, നിങ്ങളെ സ്റ്റോറി പറയുന്നുള്ള. ഇപ്പോൾ ഷിജോ റൊസാരിയോ കണ്ടായിരുന്നോ? ഷിജോ റൊസാരിയോ അവൻ പുള്ളിക്കാരൻ ഏകദേശം ഒരു 15K ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സായി. ഒരു വീഡിയോന് 100K ആണ്, മിനിമം 100K ആണ് ഫോളോവേഴ്സ് ഉള്ളത്. നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുറേ കാര്യങ്ങളിലുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതേപോലെ നിങ്ങളെ ഭയപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ തളർന്നു പോവുകയാണെങ്കിൽ നമ്മൾ ലൈഫിലേക്ക് പോകില്ല. ഇതേപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യത്തിലും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇതൊരു അവസരമാണ്.
നിങ്ങളുടെ കഴിവിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസരമായിട്ട് നിങ്ങൾ കരുതുക. നേരെ മറിച്ച് ഇതൊരു ഭയങ്കര ശാപമാണ്, ഇത് എന്നെ തകർക്കാൻ വേണ്ടി ദൈവം നോക്കി വെച്ചിട്ട് തന്നാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോവില്ല എന്നുള്ളതാണ് സത്യം. അന്നേരം നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ബന്ധങ്ങളെല്ലാം തന്നെ നല്ല ബന്ധങ്ങളാണ് വരിക. ഇപ്പം ഞാൻ എപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എല്ലാവരും ഞാൻ വിളിക്കും, എടാ എൻ്റെ ശാപം പിടിച്ച ജന്മാടാ, എൻ്റെ യോഗാണിത്, എനിക്ക് നാശം ഈ ജീവിതമായി പോയാലോ, അങ്ങ് തീർത്ത് കളഞ്ഞാലോ എന്നുള്ള ചിന്ത ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഫോൺ ചെയ്ത് സംസാരിക്കുകയായിരുന്നു. ഇന്ന് എന്ത് പ്രശ്നം വരികയെന്ന് ഒന്ന് ഞാൻ ഫ്രണ്ട്സുമായിട്ട് പ്രോബ്ലംസ് സംസാരിക്കാറില്ല. ഞാൻ ഇരുന്നിട്ട് ഒന്നെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തും, ഇല്ലെങ്കിൽ എൻ്റെ മെൻറ്റേഴ്സിനെ ഞാൻ വിളിച്ചിട്ട് ഇന്ന കാര്യമുണ്ട്, ഇതെങ്ങനെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുള്ള ചോദിക്കും. അന്നേരം അവർ കറക്റ്റായ ഗൈഡൻസോ അല്ലെങ്കിൽ ബുക്കുകൾ കാര്യങ്ങൾ റെഫർ ചെയ്യും, കാര്യങ്ങളൊന്നും ചെയ്യാം. അന്നേരം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വരുന്നത് എന്നുള്ളത്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരും പണക്കാരും ആയി മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടതാണ്. ഇപ്പോൾ സൊമാറ്റോ ആവട്ടെ, ഊബർ ആവട്ടെ, എല്ലാം തന്നെ അവിടെ ഒരു പ്രോബ്ലമാണ് അവിടെ ഒരു സൊല്യൂഷനായി മാറിയത്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രോബ്ലം ഇതേപോലെ തന്നെ 100 കണക്കിന് വ്യക്തികൾ അനുഭവിക്കുന്നുണ്ടാവും അല്ലേ? ഞാനന്ന് ചാന്ദിനിയോട് പറഞ്ഞിരുന്നു, ഇതേപോലെ തന്നെ അദ്ദേഹം ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് എല്ലാം തന്നെ മാറ്റിയെടുത്തുള്ള വ്യക്തിയാണ്. കുറേ പേര് മെൻ്റൽ ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ട്. അവർക്കൊരു ഗൈഡൻസും കാര്യങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ ഒരു 1-to-1 മെൻറ്ററിങ് ഒന്ന് പറഞ്ഞ് തുടങ്ങാമെന്ന് പറഞ്ഞു. ഇപ്പം ഷിജോ അങ്ങനത്തെ ഒരു പുസ്തകം എഴുതാൻ പോവാണ്, പുസ്തകം എഴുതാൻ വേണ്ടി നിൽക്കുകയാണ്. അതേപോലെയുള്ള ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് അതിലൂടെ സെയിൽസ് കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിന് ബിസിനസ്, അങ്ങനെ പല അവസരങ്ങളും ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നതും നിങ്ങളെ പിറകോട്ട് വലിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. പണ്ടല്ല ഇപ്പം യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നില്ലേ, യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അത് എനിക്ക് ഭയമായിരുന്നു. ഞാൻ ഫസ്റ്റത്തെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം സംസാരത്തിൽ. നിങ്ങൾ കണ്ടായിരുന്നോ പണ്ടത്തെ വീഡിയോ? അതെ, കണ്ടായിരുന്നോ? ഓക്കെ. അത് കാണുന്ന സമയത്ത് എനിക്ക് വിക്കുണ്ടായിരുന്നു, എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു. സംസാരത്തിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരസ്ഫുടതയോടെ എനിക്ക് പറയാൻ സാധിച്ചില്ല. അത് എൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ്. ഇപ്പം യൂട്യൂബ് ചാനൽ ആരെങ്കിലും തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കരുത്. യൂട്യൂബ് ആവട്ടെ. ഇതിൽ ഷിനിയായിരുന്നോ വീഡിയോ, മറ്റേ മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്തത്? സിനിവി നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല നന്നായിട്ടുണ്ട്. ഞാൻ സ്റ്റാറ്റസ് കണ്ടായിരുന്നു, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതേപോലെ വീഡിയോസ് എല്ലാം ഇടും, നന്നായിട്ടുണ്ട്. അതായത് ഇങ്ങനെ ക്യാമറ, മൊബൈല്, ചില ആൾക്കാർ പറയാം നല്ല മൊബൈലില്ല, അതില്ല ഇതില്ലാന്ന്, പക്ഷേ ചെയ്ത് നന്നായിട്ടുണ്ട്. നമ്മളെ എലൈൻമെൻറ്റ് മാസ്റ്ററിയുടെ സ്റ്റുഡൻ്റാണ്. ഞാൻ സ്റ്റാറ്റസ് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഓക്കെ, നല്ല കാര്യം. അന്നേരം ഇത് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും നിങ്ങളെ ചുറ്റുള്ളവരെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യും എന്ന വ്യക്തികളാണ്. ഞാൻ ഇതേപോലെ ചിന്തിച്ചിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ എല്ലാവർക്കും അയച്ചു കൊടുത്തു. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, ഇത്ര പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 85 വ്യൂസ് എങ്കിലും വരുന്നത്. എന്തിനു പറയുന്നത്, ഒരു 10 വ്യൂസ് പോലും എനിക്ക് കിട്ടിയില്ല. ചിലപ്പോൾ 100-200 പേർക്ക് ഞാൻ അയക്കും. ഞാൻ കരുതി ഒരു 150 മെമ്പേഴ്സെങ്കിലും ഞാൻ ഉണ്ടാകുന്നുള്ളത്. ഇതിൽ തന്നെ ജീജ AV അദ്ദേഹത്തോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഒരു നോർമൽ വീഡിയോ ആയിരിക്കും ഉണ്ടാകുന്നത്, പക്ഷേ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് വീഡിയോ ചെയ്യാൻ സാധിച്ചു. ഇതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മളെ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് പോകണം. മറ്റുള്ളവർ എന്തും നിങ്ങളെക്കുറിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് സ്ത്രീകളാവട്ടെ, എന്താ ജോലി തന്നെ, അവളില്ലേ അഹങ്കാരിയാണ്, അല്ലെങ്കിൽ അവനില്ലേ അഹങ്കാരിയാണ് എന്നൊക്കെ രീതിയിലാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലാകട്ടെ എന്തിലും അങ്ങനെ തന്നെയാണ് പറയാൻ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കും, അവരെ മുന്നിൽ നല്ല ഒരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടി, നല്ല പുള്ള ചമയ എന്ന് പറയില്ലേ, അതേപോലെ നല്ല വ്യക്തിയാകാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെയും നിങ്ങളുടെ സ്വപ്നത്തെയും സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് അല്ലേ? അത് റിയാലിറ്റി അല്ലേ? അതാണ് അത്. ഞാൻ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് തന്നെ പോവാണ്. അവരെന്ത് ചിന്തിക്കും, ഇവരെ ചിന്തിക്കും. കാരണം പണം എന്ന് പറയുന്ന കാര്യം ചിന്തിക്കില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളെ ആഗ്രഹവും നിങ്ങൾ എത്രത്തോളം കമ്മിറ്റഡ് ആയിട്ട് അതിൽ നിൽക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളിലേക്ക് പണം വരും. ഇപ്പം തന്നെ ഞാൻ യൂട്യൂബ് വീഡിയോസ് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത്. അതിൽ ചിലതിന് നല്ല വ്യൂസ് ഉണ്ട്, ചിലതിന് വ്യൂസ് ഇല്ല. അതെന്നെ സംബന്ധിച്ചിടത്തോളം നെവർ മൈൻഡാണ്. പക്ഷെ അത് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ തന്നെ
പണ്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് വ്യൂസ് ഇല്ല എന്ന രീതിയിൽ ചിന്തിച്ചു. പക്ഷെ ഞാനത് ചെയ്ത് വന്ന സമയത്താണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ചില, ഇപ്പം അദ്ദേഹത്തിൻ്റെ പേര് നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ, നിസാമുദ്ദീൻ, അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് പറയാം, അനുവിൻ്റെ നീ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷേ നിനക്ക് യൂട്യൂബിനെ കുറിച്ച് അറിയില്ല എന്നറിയാം, ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതെന്താണ്, നമ്മൾ ഡ്രീംസിൽ കമ്മിറ്റഡ് ആയതുകൊണ്ടാണ് യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലേ നീതു? നമ്മളെ കമ്മിറ്റഡ് ആകുന്ന സമയത്താണ് നമ്മളെ ലൈഫിൽ, ഇപ്പോൾ നമുക്ക് പല ഡ്രീംസും ഉണ്ടാവും, പക്ഷേ നിങ്ങൾ കമ്മിറ്റഡ് അല്ല. നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, ഒരു തവണ ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ അതിൽ കമ്മിറ്റഡ് അല്ല. കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ലൈഫിൽ എപ്പോഴും ചേഞ്ചസും മിറാക്കിളും സംഭവിക്കുക. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നമ്മളെ തേടി വരും. നിങ്ങളെ ഡ്രീംസിൽ കമ്മിറ്റഡ് ആണെങ്കിൽ, എന്നിട്ട് നിങ്ങൾ ഇന്ന് തന്നെ എഴുതി വെക്കാം, ഐ ആം കമ്മിറ്റഡ് ടു മൈ ഡ്രീംസ്. അത് നിങ്ങൾക്ക് സ്വതവേ എന്താണ് കമ്മിറ്റഡായി നിൽക്കുക, എൻ്റെ പങ്കാളി നിങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് ചോദിക്കുമോ, അന്നേരം എന്താ ചിന്തിക്കുക, പങ്കാളി അതെ ഞാൻ കമ്മിറ്റഡാണ് എൻ്റെ ഡ്രീംസിൽ, ഞാൻ കമ്മിറ്റഡാണ്, എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആണോ, അതെ ഞാൻ കമ്മിറ്റഡാണ്, എനിക്കൊരു പങ്കാളിയുണ്ട്, എന്ന ആളുണ്ട്, എനിക്കൊരു പ്രണയമുണ്ട് എന്നറിയാം. അങ്ങനെ പറയാതെ ഇന്ന് മുതൽ നിങ്ങൾ ഡ്രീംസിൽ കമ്മിറ്റഡ് ആണ്. എന്താണ് ഡ്രീംസ്? പലപ്പോഴും നമ്മൾ ഡ്രീംസിനെ കൈവിടുന്ന സമയത്താണ് നമ്മൾ ലൈഫിൽ എപ്പോഴും ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്, നിങ്ങൾ ബന്ധങ്ങളെ പിന്തുടർന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേദനകൾ മാത്രമേ കിട്ടൂ. അത് ഏത് ബന്ധമാവട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഭയങ്കര സ്നേഹമുള്ള ബന്ധമായാൽ പോലും നിങ്ങൾ കുറേ കഴിഞ്ഞാൽ അവരിൽ നിന്ന് മുറിവുകളാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ബന്ധങ്ങളിൽ നിന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്, മെയിനായിട്ട് പറയുകയാണെങ്കിൽ പണത്തെ, അതായത് നിങ്ങൾ എന്ത് ലക്ഷ്യം വെക്കുന്ന സമയത്ത് പണം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. അൾട്ടിമേറ്റായിട്ട് നമ്മൾ പറയുന്ന കാര്യം എന്താണ്, ലോകസ്തംഭം മഹാസ്തംഭം, എനിക്ക് കിട്ടണം പണം. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്ന സമയത്ത് പണം എന്ന് പറയുന്ന ഫാക്ടറിനെ മുൻനിർത്തിയിട്ട് പാഷനും വേണം, അതോടൊപ്പം തന്നെ പണവും വേണം. അതെന്താണെന്ന് അറിയുമോ, ചില ആൾക്കാർ നല്ല രീതിയിൽ പാട്ട് പാടും, പക്ഷെ അവർക്ക് എങ്ങനെ ഏത് രീതിയിൽ എത്തണമെന്ന് അറിയാൻ പറ്റില്ല. അന്നേരം ഞാൻ അവരോട് പറയാം, സോഷ്യൽ മീഡിയ എപ്പോഴും പറയാണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവും. അത് വെറുതെ പറയില്ല. എവിടെയോ കിടക്കുന്ന എന്നെ നിങ്ങളിപ്പോൾ ലൈവിൽ 128 മെമ്പേഴ്സ് എങ്ങനെയാണ് കണ്ടത്, എൻ്റെ ക്ലാസ്സുകളിലേക്ക് എന്നെ എങ്ങനെയാണ് വരുന്നത്, ഞാൻ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പലരോടും ഞാൻ പറയാറുണ്ട്, പക്ഷേ പലരും ചെയ്യാറില്ല. ഞാൻ പറയും, നിങ്ങൾ സോഷ്യൽ മീഡിയ തുടങ്ങും, ഞാൻ സ്റ്റാറ്റസ് ആക്കി വെക്കാം, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്, പക്ഷേ വലിയൊരു ശതമാനം ആൾക്കാരൊന്നും ചെയ്യാറില്ല. അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ ഒന്നും ചെയ്യാതെ എങ്ങനെയാണ് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുക? ഇപ്പം തന്നെ ഒരു രാജലക്ഷ്മിയോ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ലൈവിലോ അദ്ദേഹത്തിൻ്റെ പേര് രജനി എന്ന് പറഞ്ഞ ആൾ, അത് ലൈവിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് അദ്ദേഹത്തെ ഒരു ബിസിനസ് പറഞ്ഞു. 2 3 4 പേരായിട്ട് അദ്ദേഹത്തെ അന്ന് തന്നെ ഫോൺ വിളിച്ചു, എന്തോ ബിസിനസ് ക്ലോസ് ചെയ്തു. അവർ എന്തോ ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ എന്തോ ബിസിനസ് ഇൻവെസ്റ്റ്മെൻ്റാണ്. ആ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് വേണ്ടത്. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ പണത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ഇപ്പം ജിയോ ആരോ പറഞ്ഞിരുന്നു, ഞാൻ സർവീസ് മൈൻഡാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ചാന്ദിനി. സർവീസ് മൈൻഡ് സെറ്റ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും സൗജന്യമായി നൽകുകയാണെന്ന് കരുതുക, നിങ്ങൾക്ക് ലോകം ഒന്നും തരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അവസാനം എന്താണെന്ന് അറിയാമോ, അവൾക്ക് വേറെ പണിയൊന്നുമില്ല, അവൾ വെറുതെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന രീതിയിലാണ്. ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഞാൻ മുന്നേ ഒന്നും പേഴ്സണൽ കൺസൾട്ടേഷന് പൈസ ഒന്നും മേടിച്ചിട്ടില്ല, ഫ്രീ ആയിട്ട് പേഴ്സണൽ കൺസൾട്ടേഷൻ എടുത്ത വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ആയാലും സംസാരിക്കും. പിന്നെ ഞാൻ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ട് കാര്യങ്ങൾ. അന്നേരം അവർക്ക് തിരക്കായിരിക്കും, അവർ പറയും തിരക്കിലാണ് സാറേ, അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഇതാണ് ചെയ്തത്. അന്നേരം മനസ്സിലായി, നിങ്ങളവിടെ നിങ്ങൾക്ക് വാല്യൂ നൽകുന്നില്ല. നിങ്ങളുടെ ടൈമിന്, നിങ്ങളെ സ്കില്ലിന് ഒന്നും തന്നെ വാല്യൂ നൽകാതെ ഒരു വെറും സർവീസ് മൈൻഡ് സെറ്റ്, മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹായിക്കുക, അത് വേണമെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പണം, നിങ്ങളുടെ ടൈമും നിങ്ങളെ എനർജിയും നിങ്ങളുടെ സ്കില്ലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പണം മേടിക്കുക. പണം ഇല്ലെങ്കിൽ അത് ചെയ്യരുത്. അവിടെ എന്താണെന്ന് അറിയുമോ, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അത് ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്. നിങ്ങൾ എത്ര സൗജന്യം നൽകുകയാണെങ്കിൽ നാട്ടുകാർ എന്ത് ചെയ്യും, നിങ്ങളെ പൊന്തിച്ച് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയുകയാണ് ചോദിക്കുകയാണ്. നിങ്ങൾ കുറേ മറ്റുള്ളവരെ സഹായിച്ച് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? അൺമ്യൂട്ട് പറയാം.
എന്തെങ്കിലുമൊക്കെ പറയാം. എന്താണ്? സഹായം നിർത്തുമ്പോ കുറ്റം പറയാൻ തുടങ്ങും. ആ, സഹായം നിർത്തുന്ന നേരം കുറ്റം പറയുന്നതാണ്. ഈവൻ സഹായം ഒരു കൈ കൊണ്ട് സഹായം സ്വീകരിച്ചിട്ട് തിരിഞ്ഞു നിന്നിട്ട് നിങ്ങളോട് കുറ്റം പറയുകയും ചെയ്യും. അവളില്ലേ പൊട്ടത്തിയാണ്, അവളൊരു പൈസയ്ക്ക് തന്നെ കിട്ടും. അവരുടെ മുന്നിൽ വിലയുണ്ടാവില്ല, അവരുടെ മുന്നിൽ കുറ്റം കണ്ടുപിടിക്കും. വിലയുണ്ടാവില്ല. അതെ, അതാണ് നമ്മൾ ലൈഫിൽ സംഭവിക്കുന്നത്. നിങ്ങൾ എപ്പോഴും പണത്തിൻ്റെ കാര്യത്തിൽ പോലും നിങ്ങൾ എന്ത് കാര്യം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്ന് കരുതുക. എല്ലാം അതായത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, ഇപ്പോൾ സൗജന്യ ക്ലാസ് നടക്കുന്നത് അത് ഫ്രീ ആണ്, പെയ്ഡ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്, അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചോളൂ എന്നും കരുതി നിങ്ങൾ വെറും സഹായം മാത്രമായി പോയത്. അതിൽ നിങ്ങൾ എപ്പോഴും സംശയം കേട്ടോ. ആ, ഞാൻ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ക്ലോസ് റിലേറ്റീവ്സിനെല്ലാം എങ്ങനെയാണ് അവരെല്ലാം അല്ല, ക്ലോസ് റിലേറ്റീവ്സ് അല്ല ആരായാലും നിങ്ങൾ പറയാം ഫ്രീ സർവീസ് ഉണ്ട്, പെയ്ഡ് സർവീസ് ഉണ്ട്. അവരോട് കറക്റ്റ് അവരെന്ത് ചിന്തിക്കുന്നു നോക്കേണ്ട ആവശ്യമില്ല. അവരോട് കാരണം നമ്മളത് പണം ചോദിച്ചില്ല എന്താ പ്രശ്നം എന്ന് പറയാം. ഞാൻ അനുഭവിച്ച കാര്യമാണ്, മണി ബ്ലോക്ക് വരും. ചോദിക്കുക എന്നുള്ളത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. തരുന്നതോ തരാത്തതോ അവരെ കാര്യമാണ്. ആ രീതിയിൽ മനസ്സിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പം തന്നെ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാനോ അല്ലെങ്കിൽ സ്റ്റാഫോ 2-3 സ്റ്റാഫ് ഉണ്ട്, അവർ മെസ്സേജ് അയക്കും ഇന്ന് ഇതാണ്. അവർക്ക് കൺസൾട്ടേഷൻ എടുക്കാം, ഇല്ലെങ്കിൽ അവർക്ക് വോയിസോ കാര്യങ്ങളോ അയക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മറുപടി എടുക്കും. കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ 1 hour 2 hour എല്ലാം തന്നെ പോകും. അങ്ങനെ ആവശ്യമുള്ളവർ എടുത്താൽ മതി. എടുക്കുന്നവർക്ക് കൃത്യമായിട്ട് റിസൾട്ട് കൊടുക്കാനും പറ്റാറുണ്ട്. അതാണ് നിങ്ങൾ അവിടെ വാല്യൂ നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ വാല്യൂ നൽകുകയാണ്. നമ്മൾ ഫ്രീ ആയിട്ടെല്ലാം കൊടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ എപ്പോഴും ദുരന്തം മാത്രമേ സംഭവിക്കുകയുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 12 മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. 12 എല്ലാവരുടെ കയ്യിലും പച്ചമഷി പെന്ന് ഉണ്ടെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്ത് കളറാണോ ഉള്ളത് ആ ഒരു കളർ പെന്ന് ഇപ്പം തൽക്കാലത്തേക്ക് ഉപയോഗിക്കാം. ഓക്കെ. അന്നേരം നമ്മളിവിടെ 12 മാനിഫെസ്റ്റേഷൻ 3 വിരലാണ്. 11 നമ്മൾ പണത്തിൻ്റെ എന്ത് കാര്യം നമ്പർ എഴുതുകയാണെങ്കിലും ഈ ഒരു 3 വിരൽ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൂമി തത്വമാണ് വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതായിട്ടാണ് പറയുന്നത്. ഈ നമ്മൾ മുദ്ര തെറാപ്പിയെല്ലാം ഭൂമി തത്വമാണ്. ഭൂമി എന്ന് പറയുന്നത് വെൽത്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവിടെ നമ്മൾ 12 എന്ന് പറഞ്ഞ് 3 തവണ എഴുതുകയാണ്. 3 തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തരാം എങ്ങനെ എഴുതണ്ടേ എന്നുള്ളത്. 2 ഡോട്ടർ പേ ഈ രീതിയിൽ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. 12 അതായത് നമ്മൾ 3 മടക്കുകളിലെ 3 മടക്കുകളിലാണ് എഴുതി വെക്കേണ്ടത്. 12 ഇതേപോലെ 12 ഇതാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ. അന്നേരം ഇത് എഴുതി വെക്കുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രധാനപ്പെട്ട 3 ആഗ്രഹങ്ങൾ എന്താണ്? നിങ്ങൾ ലൈഫിൽ നടക്കേണ്ട 3 ആഗ്രഹങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പണം വേണം, വെറുതെ പണം വേണമെന്നല്ല, എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര ആയിരമാണ്. ബിസിനസ് ജോലി വേണം, എന്ത് ജോലി വേണം? 1 2 3 എന്ന് പറഞ്ഞ് 3 ആഗ്രഹങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തൊക്കെയാണ് ആഗ്രഹം? ഒരാൾ മാത്രമാണ് കമൻറ്റ് ചെയ്തത്. ഓക്കെ, ജോബ് മൈഗ്രേഷൻ, കാറ്, വീട്. ഓക്കെ, 3 ആഗ്രഹങ്ങളാണ്. ലക്ഷം രൂപ വേണം, ഓൺലൈൻ ബിസിനസ്സിൽ, ലൈഫ് കോച്ച് ആണോ? ഓക്കെ. പിന്നെ ലൈഫ് കോച്ചിങ്ങിൻ്റെ ആരോ ചോദിച്ചിരുന്നു, ഇന്നലെ 2 കോൾ വന്നു ലൈഫ് കോച്ചിങ്ങിൻ്റെ. നമ്മൾ അടുത്ത മാസം ലാസ്റ്റോടെ ലൈഫ് കോച്ചിങ്ങിൻ്റെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. ഒരു 10 പേർക്കാണ് അവസരം. ലൈഫ് കോച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുജ, ആശാജി കുമാർ, വിബി,
ഗ്രീൻ ട്രൂത്തിലെ വിഷ്ണു, ഇവരെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ആണ്. ഇവർക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുത്തിട്ട് അവർ ആ മേഖലയിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഒരു കോഴ്സ് ആക്കിയിട്ട് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ഞാൻ ക്ലാസ്സിലാണ്. അവതരിപ്പിക്കുക അതായത് ലൈഫ് കോച്ചിങ്ങിന്റെ കോഴ്സ് ഡിസൈൻ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. അന്നേരം അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ അനൗൺസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലൈഫ് കോച്ച് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷത്തിനെല്ലാം കോഴ്സ് തുടങ്ങും. എന്നാൽ അവർ ഒരു യൂട്യൂബ് ചാനൽ, ഇപ്പം തന്നെ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആളുടെ ഇന്ന ആളുടെ ലൈഫ് കോച്ച് കോഴ്സിൽ ജോയിൻ ചെയ്തു, പക്ഷേ ഒരു ഗുണവും വന്നിട്ടില്ല എന്ന്. ഞാൻ പറയും യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇല്ല, അവർ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് നൽകുമോ? അവരെ ഗ്രൂപ്പിലോ അവർ സ്റ്റാറ്റസ് ആക്കി വെക്കുമെന്ന് ചോദിക്കും. നിങ്ങളെ ഫേസ്ബുക്ക്, നിങ്ങളെ യൂട്യൂബിൻ്റെ ഇല്ല എന്ന് പറയും. അതായത് വെറുതെ ഒന്നല്ല, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ സ്റ്റാറ്റസ് ആക്കി വെക്കും. അതോടൊപ്പം തന്നെ അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് എന്തായാലും അറിയിക്കുന്നതാണ്. 3 കോഴ്സുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലൈഫ് കോച്ച്, സർട്ടിഫൈഡ് ലൈഫ് കോച്ച്. 2 ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ആൻഡ് ലൈഫ് കോച്ചിങ്. അത് അരവിന്ദ് അക്കാദമി എന്ന് പറഞ്ഞ് അക്കാദമി അല്ല പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, GHRD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡാണ്. GHRD നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പ്രോലാനസ് അക്കാദമി. അവിടെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, GHRD എന്ന് പറയും, ഗ്ലോബൽ ഹെൽത്ത് ഡെവലപ്മെൻറ്റ് റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെൻറ്ററാണ്. അത് ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ബോർഡാണ്. മീൻസ് ഓട്ടോണമസ് ബോർഡായിട്ടാണ് വരുന്നത്. കുറേ സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളുള്ള ഒരു ബോർഡാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കുറേ അഫിലിയേഷനിൽ കിട്ടിയ ഒരു ബോർഡാണ്. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മൾ അത് ഒരു ബാച്ചിൽ ഒരു 10 പേര് അല്ലെങ്കിൽ 15 പേര് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത് തുടങ്ങുന്ന സമയത്ത് എന്തായാലും അറിയിക്കാം. ഓക്കെ. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അമ്പിളി ബിന്ദു എന്നാണ്. അപ്പൊ ഞാൻ ഇതിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പൊ സാറിന്റെ ഓഫീസിൽ നിന്ന് ഒരാൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെൽത്ത് മാസ്റ്ററി കോഴ്സിലേക്കാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞിരുന്നു അതിനും ഉണ്ടെന്ന്. അപ്പൊ ഇതിന് ലൈഫ് കോച്ച് സർട്ടിഫിക്കേഷൻ ഇല്ല. ഇത് നമ്മളിപ്പോ ഈ ചേരുന്ന നാളെ സ്റ്റാർട്ട് ചെയ്യുവാന്ന് തോന്നുന്നു ക്ലാസ്. അതെ. അപ്പൊ അതില് നമുക്ക് ലൈഫ് കോച്ച് സർട്ടിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല, അത് വേറെ തന്നെ കോഴ്സാണ്. ഇത് നിങ്ങൾ ജോയിൻ ചെയ്ത അലൈൻമെന്റ് മാസ്റ്ററിയാണ്. ഓക്കെ, അത് എൻ്റയർലി ഡിഫറെന്റ് കോഴ്സാണ്. അല്ല, അതിന്റെ ഡിഫറെന്റ് അല്ല. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ലൈഫ് കോച്ചിങ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലെടുക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഐ വാണ്ട് ടു ജോയിൻ ഇൻ ദ ലൈഫ് കോച്ച് ക്ലാസ്. അതെ. അതിൽ ജോയിൻ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ. ഇത് സപ്പോർട്ടീവ് ആയിരിക്കും നിങ്ങൾക്ക് അലൈൻമെന്റ് മാസ്റ്ററി. കുറെ കണ്ടന്റ് കിട്ടും. ഇപ്പൊ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന കാര്യത്തിലും നിങ്ങൾക്ക് ക്ലാസ് എടുക്കണേ കണ്ടന്റ് ആവശ്യമില്ലേ? അതെ. അതിന് നിങ്ങളെ സഹായിക്കും. അതായത് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളെ പേര് അടിച്ചിട്ടിട്ട് കാര്യമില്ല. നിങ്ങളൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കണം, ഏതൊക്കെ ടോപ്പിക് എടുക്കണം എന്നുള്ളതെല്ലാം അതിൽ കിട്ടും. ഇപ്പം മായ എന്ന് പറഞ്ഞ മാഡം ഉണ്ട്, നമ്മളെ മോർണിംഗ് ബാച്ചിൽ. അവർ എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പം അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കൗൺസിലിങ്ങിലും കൺസൾട്ടേഷനും കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ലൈഫ് കോച്ച് എന്ന് പറഞ്ഞ അതിലേക്ക് എപ്പോഴായിരിക്കും വരുന്നത്? അതെ, അത് അടുത്ത മാസം ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഫീസ് സ്ട്രക്ചർ ഒക്കെ? ഫീസ് സ്ട്രക്ചർ അന്നേരം അറിയിക്കാം. ഞാൻ അത് ഇതേപോലെ തന്നെ സൂം വഴി അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം. സാർ, ഒരു കാര്യം ചോദിക്കാൻ. ഈ വെൽത്ത് ബ്രേസ്ലെറ്റ് ഇട്ടാൽ നോൺ വെജ് കഴിക്കാമോ? കഴിക്കാം, നോൺ വെജ് കഴിക്കാം. അതിൽ ബേസിക്കലി ഇന്ന് തന്നെ ഇതിൽ കുറേ പേര് 2-3 പേര് ഇതിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു വെൽത്ത് മാഗ്നറ്റിൻ്റെ. അന്നേരം ആ വെൽത്ത് മാഗ്നറ്റിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലെ ഹീലിംഗ് മെഡിറ്റേഷനും സിമ്പിളുടെ കാർഡും 21 അഫർമേഷൻസ് തന്നിട്ടുണ്ട്. അത് ഡെയിലി നിങ്ങൾ ഉപയോഗിക്കണം. എന്നാലാണ് നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുക. അതെ, ഡെയിലി രാത്രി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സിമ്പിൾ കാർഡ് ഉണ്ട്, ഹീലിംഗ് കാർഡ്. അതിൽ മീൻസ് ആ സിമ്പിളിൻ്റെ ഒരു കാർഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ നിങ്ങളെ ബ്രേസ്ലെറ്റ്, ഇപ്പം നമ്മളെ കയ്യിലുള്ള ആ ബ്രേസ്ലെറ്റ് വെക്കാം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഹീലിംഗ് മെഡിറ്റേഷൻ QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ഹീലിംഗ് മെഡിറ്റേഷൻ്റെ കിട്ടും. ആ ഹീലിംഗ് മെഡിറ്റേഷൻ കൃത്യമായിട്ട് ഹീലിംഗ് മെഡിറ്റേഷൻസ്
കൃത്യമായി ചെയ്യുക. ആ ഒരു ക്രിസ്റ്റൽ നിങ്ങൾ എനർജൈസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. എന്നാലാണ് നിങ്ങൾക്ക് രാത്രി ആകുമ്പോൾ അത് ഊരി അതിൽ വെച്ചിട്ട് ഊരി അതിലേക്ക് വെക്കുക. രാവിലെ കുളിച്ചതിന് ശേഷം ഇടുക. ഇതങ്ങനെയാണ് ചെയ്യേണ്ടത്. നോൺ വെജിന്റെ പ്രശ്നമില്ല. അത് ഞാൻ കുറെ റേഗി, പ്രാണിക് ഹീലർ, ഇതേപോലെ ക്രിസ്റ്റൽസിന്റെ ഹീലേഴ്സുമായിട്ടെല്ലാം സംസാരിച്ചാലും അതൊന്നും പ്രശ്നമില്ലാന്ന്. പക്ഷെ എന്നും കരുതി എപ്പോഴും നോൺ വെജ് കഴിക്കണമെന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അത് ഭയങ്കര ക്രേവി ആണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. അല്ലാതെ ഓക്കെ. അതായത് എല്ലാവരും കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി ബ്രേസ്ലെറ്റ് വേണം. വെൽത്ത് ബ്രേസ്ലെറ്റ് ഇപ്പം സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഞാൻ അശ്വതിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അശ്വതിനോട് ചോദിക്കട്ടെ അവൈലബിൾ ആണോന്ന്. അത് നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ തന്നെ ഒരു അക്കൗണ്ടിലേക്ക് അത് പോകും, വേറെ തന്നെ ഒരു വാട്സപ്പിലേക്ക് പോകും. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ. ഇനി എല്ലാവരും ആഗ്രഹം ചെയ്തെന്ന് കരുതുന്നു. ഇനി ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ 12 എന്ന് പറയുന്നത്. നിങ്ങളുടെ 3 കൈകളിലേക്ക് ഏത് സമയത്ത് സന്തോഷത്തോടെ നിങ്ങൾ ആഗ്രഹങ്ങൾ നടക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വേണം ഇത് വേണ്ടിയിട്ട്. മനസ്സിലായോ? അതായത് ഇപ്പം നിങ്ങൾ ഇതിൽ ഓരോരുത്തരും കമന്റ് ചെയ്തിട്ടുണ്ട്. ജോലി, പണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്നേരം ചെയ്യുന്ന സമയത്ത് 12 നമ്മൾ രണ്ടാമത്തെ ആഗ്രഹം എന്താ അത് മനസ്സിൽ കണ്ടിട്ട് ചെയ്ത. ഈ 12 എഴുതുക. അപ്പം ഞാൻ 12 എഴുതി വെച്ചു. ക്ലിയർ ആയോ? എല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിൽ ഡൺ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഡൺ, DONE, ഡൺ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ കാണുന്ന എത്തിയാൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. എല്ലാവരും എഴുതിയെന്ന് കരുതുന്നു. ഓക്കെ. അന്നേരം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ മെഡിറ്റേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം, ആദ്യത്തെ ആഗ്രഹം മനസ്സിൽ കരുതുക. അന്നേരം എന്ത് ചെയ്യണം? വിരലിൻ്റെ താഴ്ഭാഗത്ത് പ്രസ് ചെയ്യുക. ആ ഒരു ആഗ്രഹത്തെ മനസ്സിൽ കാണുക. രണ്ടാമത്തെ ആഗ്രഹത്തെ ഞാൻ പറയും. അന്നേരം എന്ത് ചെയ്യുക? രണ്ടാമത്തെ ആഗ്രഹം നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. മൂന്നാമത്തെ ആഗ്രഹം പറയുന്ന സമയത്ത് വിരലിൻ്റെ മുകൾ ഭാഗത്ത് പ്രസ് ചെയ്യുക. ഇതാണ്. അത് 2 വിരൽ കൊണ്ടും ഈ രീതിയിൽ തൊടയുടെ മുകൾ ഭാഗത്തേക്ക് വെക്കുക. എന്നിട്ട് ഞാൻ പറയാം, ആദ്യത്തെ ആഗ്രഹം മനസ്സിൽ കാണാം, പ്രസ് ചെയ്യാൻ പറയും. രണ്ടാമത്തെ ആഗ്രഹം പറയും, അത് പ്രസ് ചെയ്യാൻ പറയും. മൂന്നാമത്തെ ആഗ്രഹം പറയും, അത് പ്രസ് ചെയ്യാൻ പറയും. ഇത് NLP ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ ആങ്കറിങ് ടെക്നിക്ക് എന്ന് പറയും. നമ്മൾ വിരലുകൾ പ്രസ് ചെയ്തിട്ടുള്ള ആങ്കറിങ് ടെക്നിക്ക്. അതുപോലുള്ള ഇങ്ങനെ നമ്പേഴ്സും മെഡിറ്റേഷനും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അന്നേരം എല്ലാവരും കണ്ണ് കിടക്കുക, കണ്ണട കാര്യങ്ങളിലേക്ക് മാറ്റി വെക്കുക, നട്ടൽ നിവർത്തിയിരിക്കുക. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക. ഓക്കെ. അന്നേരം എല്ലാവരും കണ്ണുകൾ അടച്ചിട്ട് നട്ടിൽ നിവർത്തിയിരിക്കുക. കയ്യിൽ വാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ അയച്ചു വെക്കുക. ക്രിസ്റ്റൽസ് അയച്ചു വെക്കേണ്ട ആവശ്യമില്ല, ക്രിസ്റ്റൽസ് കൈ കിടന്നോട്ടെ. കൈകൾ തുറന്ന് തുടയുടെ മുകൾ ഭാഗത്തേക്ക് വയ്ക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക.
നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങൾ ശരീരം പൂർണ്ണമായും അയയുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ്? അത് ഈ നിമിഷം നടക്കുകയാണ്. അതിനെ ഓരോ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അനുഭവിക്കുക. തള്ളവിരൽ കൊണ്ട് മോതിരവിരലിൻ്റെ താഴ്ഭാഗത്ത് പതിയെ സമ്മർദ്ദം ചെലുത്തുക. പതിയെ പ്രസ് ചെയ്യുക. ആ ഒരു ആഗ്രഹം, നടക്കുമ്പോഴുള്ള സന്തോഷം, ആ ഒരു ആനന്ദം എല്ലാം തന്നെ അനുഭവിക്കുക. മുഖത്തും ശരീരത്തിലും പുഞ്ചിരി കൊണ്ടുവരിക. ശ്വാസം ദീർഘമായ ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രണ്ടാമത്തെ കാര്യം അതെന്താണ്? ആ ഒരു ആഗ്രഹം ഈ നിമിഷത്തിൽ നടക്കുകയാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ സ്നേഹമായിരിക്കാം, പണമായിരിക്കാം, ജോലിയായിരിക്കാം, എന്തുമാവട്ടെ, അതിനെ അനുഭവിക്കുക. നിങ്ങളിപ്പോൾ ആ ഒരു നിമിഷത്തിലാണ് നിങ്ങളുള്ളത്. ശരീരം പൂർണ്ണമായും അതിനെ അനുഭവിക്കാൻ ശ്രമിക്കുക. സാവധാനം രണ്ടാമത്തെ ആ ഒരു നമ്പറിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ മോതിരവിരലിൻ്റെ നടുഭാഗത്തായി തള്ളവിരൽ കൊണ്ട് സാവധാനം സമ്മർദ്ദം ചെലുത്തുക. ആ ഒരു ആഗ്രഹം ഈ നിമിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങളുടെ ശരീരം മുഴുവനായും അതിനെ അനുഭവിക്കുകയാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ മൂന്നാമത്തെ ആഗ്രഹം അതെന്താണ്? അത് ചിലപ്പോൾ പണമാവാം, ആരോഗ്യമാവാം, അങ്ങനെ എന്തുമാവട്ടെ. അതിനെ കാണുക, അതിനെ അനുഭവിക്കുക. അത് ഈ നിമിഷം സത്യമായിരിക്കുകയാണ്, അഥവാ നിങ്ങൾ അനുഭവിക്കുകയാണ്. മുഖത്തും ശരീരത്തിലും അതിൻ്റെ സന്തോഷം കൊണ്ടുവരിക.
നിങ്ങളുടെ തള്ളവിരൽ കൊണ്ട് മോതിരവിരലിൻ്റെ മുകൾ ഭാഗത്ത് സാവധാനം പ്രസ് ചെയ്യുക. സാവധാനം സന്തോഷത്തിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷം ഓരോ രോമങ്ങളിലേക്കും ഓരോ കോശങ്ങളിലേക്കും പ്രവഹിക്കുകയാണ്. എൻ്റെ 3 ആഗ്രഹങ്ങളും ഈ നിമിഷം നടന്നിരിക്കുകയാണ്. അതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി, നന്ദി, നന്ദി. അതിനെ അനുഭവിക്കുക. ശരീരം മൊത്തം ശാന്തമാണ്. നിങ്ങളുടെ ആ ഒരു 3 ആഗ്രഹവും ഈ നിമിഷം നടന്നു കഴിഞ്ഞിരിക്കുന്നു. സന്തോഷത്തോടെ കൈകൾ പരസ്പരം ഉരസുക. കണ്ണുകളിലേക്ക് ഊർജം പകരുക. സാവധാനം കണ്ണുകൾ തുറക്കുക. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു. എന്താണ് മെഡിറ്റേഷൻ ആയിരുന്നു. തന്നെ രജനിയാ? രജനി നിങ്ങളെ കാര്യം ഇപ്പം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സാറ് പനി വരിയിരിക്കുന്നോണ്ട് വീഡിയോ ഓൺ ആക്കാതിരുന്നത്. പിന്നെ സാർ ഒത്തിരി പേര് എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആ കമ്പനിയെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല മെഡിറ്റേഷൻ ആയിരുന്നു സാറേ. നല്ല എക്സ്പീരിയൻസ് കിട്ടിയില്ലേ? ഓക്കെ. അന്നേരം നമ്മൾ കുറേ പേര് അലൈൻമെൻറ്റ് മാസ്റ്ററിയെ കുറിച്ച് ചോദിച്ചിരുന്നു. അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു മെമ്പർഷിപ്പ് പോലെയുള്ള ഒരു കോഴ്സാണ്. അത് മെയിനായിട്ട് ഹീലിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ട്രോമാസ്, കുടുംബജീവിതത്തിലെ വേദനകൾ, കാര്യങ്ങൾ അതിനെ ഹീൽ ചെയ്ത് ക്ലെൻസ് ചെയ്ത് നിങ്ങളുള്ളിലുള്ള ഹാപ്പിനെസ്സിനെ, ഇപ്പം നമുക്ക് സന്തോഷിക്കാൻ പറ്റണമെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള മുറിവുകളെ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സാണ് അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത്. അത് അറ്റൻഡ് ചെയ്തിട്ട് പലരുടെ ലൈഫിലും, അത് ബന്ധങ്ങളിലും പണത്തിൻ്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും എല്ലാം തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കോഴ്സാണ്. നമ്മൾ 10ാമത്തെ ബാച്ച് നാളെ ആരംഭിക്കാൻ പോവുകയാണ്. ഇനി കുറച്ചും കൂടിയും സീറ്റ് ഇങ്ങനെ വാക്കൻസി ഉണ്ട്. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ബാച്ചിൽ ഓരോരോ ബാച്ചിലും ഓരോ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. ഈ ബാച്ചിൽ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഷാമൻസിൻ്റെ കുറച്ച് മെത്തേഡ്, ഒരു 4-5 ദിവസം അതിൻ്റെ ക്ലാസ് ഉണ്ടാവും. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ വിവിധതരം ടെക്നിക്കുകൾ, വിവിധതരം പ്രിൻസിപ്പിൾ എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ജോയിൻ ചെയ്യേണ്ട ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നതല്ല. കുറച്ചും കൂടി പണം ഉണ്ടാക്കണം, കുറച്ചും കൂടി നല്ല രീതിയിൽ ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകണം. ലോ ഓഫ് അട്രാക്ഷൻ കുറേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല, എന്തൊരു ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ജോയിൻ ചെയ്യേണ്ടത്. അല്ല ചില ആൾക്കാരല്ലേ ഇങ്ങനെ പോയാൽ മതി, ഈ രീതിയിലങ്ങ് പോയാൽ മതി, സാധാരണ രീതിയിൽ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവർ ജോയിൻ ചെയ്യേണ്ട കോഴ്സല്ല. അത് നല്ല ഹാപ്പി ആയിട്ട്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ നേടണം, അൾട്ടിമേറ്റ് നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത്. നേരം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇതാണ് ക്ലാസ്. ഇനി വേറെ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, വേറെ ആർക്കെങ്കിലും നമ്മളെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സാർ ഒരു കാര്യം പറയട്ടെ? ചോദിച്ചോ. ഞാൻ നാളത്തെ അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു 8 മണിക്ക് ശേഷമാണ് ഞാൻ പേയ്മെന്റ് അയച്ചത്. ഓക്കെ, അത് ഞാൻ നോക്കിയിട്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഓക്കെ. താങ്ക് യു. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ സർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ, ഞാൻ ലീന. ഞാൻ സാറിന്റെ അലൈൻ മാസ്റ്റർ ക്ലാസ്സിലുണ്ടായിരുന്നു 7th ബാച്ചില്. പിന്നെ ഞാൻ ബേക്കിങ്ങിന്റെ കോഴ്സ് ചെയ്യുന്നുണ്ട് സാറിന്റെ നാട്ടില്. നമുക്ക് പ്രൊമോട്ട് ചെയ്യാം.
അപ്പൊ കഴിഞ്ഞിട്ടില്ല, 1 മാസത്തെ കോഴ്സ്. അപ്പൊ ഞാൻ എന്നും പോയി വന്നുകൊണ്ടിരിക്കുക. കണ്ണൂരിൽ നിന്ന് കാലിക്കറ്റിൽ പോയിട്ട് വരികയാണ്. റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്, കൽപ്പക ബിൽഡിങ്ങിലാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ആ എന്താണ്? കൽപ്പക ബിൽഡിംഗ് ഉണ്ടല്ലോ നമ്മുടെ ടൗൺ പ്ലാസന്റെ അടുത്തുള്ള, ആ ആ അവിടെയാണ് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓ അപ്പൊ ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരിക ചെയ്യേണ്ടത്. ഞാൻ അവിടെ അക്കോമഡേഷൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പൊ ഞാൻ സാറിന്റെ ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ അധികം സമയം എടുത്തിട്ട്. ഓക്കെ, കാണണമെങ്കിൽ നാളെ ഞാൻ ഉണ്ടാവും. പിന്നെ 4 ദിവസം ഞാൻ കുറച്ച് തിരക്കിലായിരിക്കും ഉണ്ടാവുക. നാളെ പറ്റുമെങ്കിൽ വിളിച്ചോളൂ, ഞാൻ ഫ്രീ ആണെങ്കിൽ കാണാം. സാർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരുമോ? ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം, പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ 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 ഓക്കെ. നേരം വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വിനു പറയേണ്ട എലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് കൂടുതൽ ആൾക്കാർ നമ്മൾ ഇത് കൊടുക്കുന്നില്ല. കൂടുതൽ ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ ഓരോരോ ചേഞ്ചസ്, അവരെ പ്രോബ്ലംസ് മനസ്സിലാക്കി, അവരുടെ ഡിസ്കഷൻസ്. പലരും പറയാണ്ട് മറ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാനുള്ള അവസരമില്ല, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമില്ല, അവർ ക്ലാസ് എടുക്കുന്ന പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലങ്ങനെയല്ല, ഒരു ഡിസ്കഷൻ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെ ഗൈഡൻസും എല്ലാം തന്നെ ക്ലാസ്സാണ് എലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ക്ലാസ് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മെയിനായിട്ട് നിങ്ങൾ കുറേ ട്രോമാസ്, മനസ്സിൽ കുറേ വേദന, സങ്കടങ്ങൾ എല്ലാം ഉണ്ട്. അങ്ങനെയുള്ളവർ ജോയിൻ ചെയ്യുന്ന 100% റിസൾട്ട് തന്നെയാണ്. ഇപ്പം നൽകിയ മെഡിറ്റേഷൻസ് എല്ലാം തന്നെ അതിൽ ഇങ്ങനെ പ്രസ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻസ് തന്നെ എലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്നതാണ് കേട്ടോ. എന്തായാലും സന്തോഷം, താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമുണ്ട്. എല്ലാ ആ എന്റെ ബ്രേസ്ലെറ്റ് പൊട്ടിപ്പോയിന് സാർ, അത് ഞാൻ ഓക്കെ. അത് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ നൈലോണിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ റിബൺ കിട്ടും, അത് വാങ്ങിയിട്ട് ഇട്ടാൽ മതി. ഇൻ കേസ് അത് എന്തെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്താൽ മതി. ശരി സാർ, താങ്ക് യു. ഓക്കെ, ശരി കേട്ടോ. ഹലോ ആ സാർ, ഞാൻ നാളത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ പങ്കെടുക്കുന്നത്. ഈ മെഡിറ്റേഷനിൽ ഞാൻ പലതിലും കണ്ടിട്ട് ഇരുന്നിട്ട് എനിക്ക് ഒരു അനുഭവം വന്നിട്ടില്ല. അതെന്താണ്? എല്ലാവർക്കും ഓരോ അനുഭവങ്ങൾ പറയും, എല്ലാവരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് മെഡിറ്റേഷനിൽ സാർ പറയുന്നത് കണക്ക് ഇരുന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും ഒരു അനുഭവം കിട്ടുന്നില്ല. ആ ഓക്കെ. അത് നമുക്ക് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെ മനസ്സിൽ കുറേ ടെൻഷനും കുറേ ചിന്തകളും എല്ലാം തന്നെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം കിട്ടാത്തത്. എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട്. അത് നമ്മളെ എലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾ അതിന് സഹായിക്കുന്നതാണ്. ജോയിൻ ചെയ്തല്ലോ, നല്ല മാറ്റം ഉണ്ടാവും. അതിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എല്ലാം തന്നെ ചെയ്യാൻ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. എന്തായാലും സന്തോഷം, താങ്ക് യു സോ മച്ച്. ശരി കേട്ടോ, ബൈ, കാണാം. ശരി, താങ്ക് യു. എല്ലാവർക്കും ശുഭരാത്രി. ശരി.